بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. الله سبحانه وتعالى പറയുന്നു سبحان الذي خلق الأزواج كلها مما تنبت الأرض. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിതുൽ അർദ്. ഭൂമി സൃഷ്ടിക്കുന്ന, ഭൂമി മുളപ്പിച്ചെടുക്കുന്ന എല്ലാ പഴവർണ്ണങ്ങളിൽ നിന്നും എല്ലാ ധാന്യങ്ങളിൽ നിന്നും അവൻ ഓരോ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ മനുഷ്യന്മാരിൽ നിന്നും അവൻ ഓരോ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് ഒരാണിനെയും ഒരു പെണ്ണിനെയും. മാത്രമല്ല മനുഷ്യർക്ക് അറിയാത്ത കാര്യങ്ങൾ, മനുഷ്യർ അറിയാത്ത കാര്യങ്ങൾ, അതായത് ഇമാമിയങ്ങൾ ഈ ആയത്തിനെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ചില ഇമാമിയങ്ങൾ പറഞ്ഞു കടലിലും അതുപോലെ ഭൂമിയിലുമുള്ള മൃഗങ്ങള്, അത്ഭുതങ്ങള്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അത്ഭുതങ്ങള്, അങ്ങനെ മലായികകള്. മറ്റു ചില ഇമാമികൾ പറഞ്ഞു ആത്മാവ്, റൂഹ്, നമ്മുടെ റൂഹ് അത് നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് നാം അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് സയൻസ് കണ്ടെത്തിയ ചില കാര്യങ്ങൾ അത് വളരെ പരിമിതമായ, വളരെ കുറഞ്ഞ അറിവിന്റെ മേലാണ്. അപ്പോൾ കണ്ടുപിടിച്ചത് അത് അവരുടെ ഒരു കഴിവാണ്, സമ്മതിച്ചു തന്നെ കൊടുക്കണം. കാരണം ഒരാളൊരു കാര്യം പറഞ്ഞു, ആ കാര്യം ഇവിടെ മറ്റൊരാൾ അതിന്റെ ശരിയായ രൂപം ഇവിടെ യഥാർത്ഥമായ നിലക്ക് അഥവാ അയാളെ സാധിക്കുന്ന നിലക്ക് അതിവിടെ പ്രകടിപ്പിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യത്തോട് യോജിച്ചാൽ, ഇപ്പൊ സംഭവിക്കുന്ന കാര്യത്തോട് യോജിച്ചാൽ നാം എന്താ പറയാ, ഈ കാര്യം ഇപ്പൊ ഇയാൾ ചെയ്യുകയാണെങ്കിൽ ഇയാൾ വളരെ മുമ്പന്നെ അയാൾ പറഞ്ഞതാണ് നാം സാധാരണയായി പറയലുണ്ട്. എന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഖുർആനാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇവിടെ സൃഷ്ടിച്ചു വെച്ച അത്ഭുതങ്ങളെ പറ്റി ഖുർആൻ പറയുന്നത് മനുഷ്യന്മാരുടെ ശരീരത്തിൽ അവൻ ഇണകളെ സൃഷ്ടിച്ചു, ഒരാണിനെയും ഒരു പെണ്ണിനെയും സൃഷ്ടിച്ചു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് സ്വർഗത്തിലാക്കിയപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി, എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും കിട്ടി. പക്ഷേ ആദം നബി അലൈഹി സ്വലാമിന് സ്വർഗത്തിൽ നിന്ന് ഒരു ഏകാന്തത, എന്തോ ഒരു ബേജാറ് മനസ്സിലേക്ക്, പറയാൻ പറ്റാത്ത അവ്യക്തമായ ഒരു ബേജാറ് ആദം നബി അലൈഹി സ്വലാമിന് അനുഭവപ്പെടുകയാണ്. അപ്പോ ആദം നബി അലൈഹി സ്വലാമിനാണെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ആദം നബി അലൈഹി സ്വലാമിന് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ആക്കി വിട്ടു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിലേക്ക് സന്തോഷമുണ്ടായി. അതാണ് അല്ലാഹു തആല പറയുന്നത്, മനുഷ്യന്മാരുടെ ശരീര എല്ലാ വസ്തുക്കളിലും അല്ലാഹു ഇണകൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹു പറയുന്നു മനുഷ്യരിലും അല്ലാഹു തആല ഇണകൾ സൃഷ്ടിച്ചു, ഒരാണിനെയും ഒരു പെണ്ണിനെയും. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അത്ഭുതമാണ്. ആ സൃഷ്ടിച്ച അല്ലാഹു സംശുദ്ധനാണെന്ന് ഖുർആൻ പറയുന്നു. സഹോദരന്മാരെ, അല്ലാഹു തആല ഈ യാസീന്റെ 37ാമത്തെ ആയത്ത് ആയത്തുൽ ലഹുൽ ലൈലു, ജനങ്ങൾക്ക് അത്ഭുതം, മനുഷ്യർക്ക് അത്ഭുതമാണ് എന്ത്? അല്ലൈലു രാത്രി, നസ്ലുഖു മിൻഹു നഹാറ, രാത്രിയിൽ നിന്ന് അല്ലാഹു പകലിനെ അതാ വേർതിരിച്ചെടുക്കുകയാണ്. ഫൈദാ മുസ്ലിമൂൻ, അങ്ങനെ പകൽ പോയി രാത്രിയാകുമ്പോൾ മനുഷ്യനും ലോകത്തുള്ള എല്ലാ ജന്തുക്കളും എല്ലാ വസ്തുക്കളും ഇരുളിലാവുകയാണ്. ആ സമയം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കയ്യിൽ ടോർച്ച് വേണം, ബാറ്ററി വേണം, അല്ലെങ്കിൽ അവന് പോകാൻ കൂടെ ആള് വേണം, ഒറ്റ പോകാൻ പറ്റുന്നില്ല. പകൽ സമയത്ത് ഇവിടുന്നതാ കോട്ടേശ്വരം വരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം വരെ ഒറ്റക്കായി ഏത് സ്ഥലത്തും എങ്ങനെയും സഞ്ചരിക്കുന്ന മനുഷ്യൻ അവൻ രാത്രിയായതിനു ശേഷം ഏകദേശം ഒരു 10 മണിയായതിനു ശേഷം ഒറ്റക്ക് പോകാൻ പറ്റൂല. അല്ലാഹു തആല പറയുകയാണ്, രാത്രി എന്ന് പറഞ്ഞാൽ
അത് ഇരുളടയുകയാണ്. ഒരുപാട് വിശദീകരിക്കാനുള്ള ഒരു ആയത്താണ്. കാരണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റേ സ്ഥലത്ത് പറഞ്ഞു യൂലിജുൽ ലൈല ഫിൽ നഹാരി യൂലിജുൻ നഹാറ ഫിൽ ലൈൽ. രാത്രിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ കൂട്ടി, പകലിനെ രാത്രിയിൽ കൂട്ടി. യൂലിജു എന്ന് പറഞ്ഞാൽ കൂട്ടി അഥവാ പ്രവേശിപ്പിച്ചു. ഇത് നാം മനസ്സിലാക്കണം. ഈ ആയത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സയൻസ് ഉണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് രാത്രി പകൽ പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പോ ഇതുവരെയും ആൾക്കാർ ഏകദേശം ഒരു 200 വർഷത്തിന് മുമ്പത്തെ ആൾക്കാർക്ക് ചിന്തിച്ചിരുന്നതും അവർ പഠിച്ചിരുന്നതുമായ ഒരു കാര്യമുണ്ട്. അത് ഈ ഭൂമി ഇങ്ങനെ ഫ്ലാറ്റ് ആയിരുന്നു എന്നാണ് ആൾക്കാർ ഓക്കെ വിജ്ഞാനികൾ അല്ലാത്തവർ സയൻസ് വരുന്നതിന് മുമ്പ് അവർ മനസ്സിലാക്കിയത്. ഏകദേശം ഒരു 500 വർഷത്തിന് മുമ്പാണ് സയൻസ് പറയും. അങ്ങനെ ഒരു സയന്റിസ്റ്റ് വന്നു. അയാൾ കണ്ടുപിടിച്ചു ഭൂമി ഫ്ലാറ്റ് അല്ല, ഭൂമി ഗോളാകൃതിയിലാണ് അയാൾ കണ്ടുപിടിച്ചത്. എന്റെ സഹോദരന്മാരെ, ഭൂമി എങ്ങനെ ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ ഇവിടെ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യൂലിജുൽ ലൈല ഫിൽ നഹാരി യൂലിജുൻ നഹാറ ഫിൽ ലൈലി. രാത്രിയെ അവൻ പകൽ പ്രവേശിപ്പിക്കുന്നു. വളരെ സമാധാനത്തിൽ വളരെ സ്ലോ ആയി പ്രവേശിപ്പിക്കുന്നു എന്ന് പറയുമ്പോ ഇവിടെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാനുണ്ട്. അത് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം ഞാൻ തീട്ടുന്നില്ല. ഒരു പക്ഷേ രാത്രി സയൻസ് പറയുന്നു ഈ ഭൂമി ഫ്ലാറ്റ് അല്ല, ഗോളാകൃതിയിലാണ്. ഒരു പക്ഷേ ഫ്ലാറ്റ് ആണെങ്കിൽ പകലിലേക്ക് പ്രവേശിക്കുന്ന ആ സന്ദർഭം അത് ഡയറക്റ്റായി പ്രവേശിച്ചു പോകും. സ്ലോ ആയി പ്രവേശിക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു രാത്രിയും പകലും ഉണ്ടാവുന്നെങ്കിൽ ഡയറക്റ്റ് രാത്രി പോയി കടക്കലല്ല പകലിലേക്ക്, പകൽ പോയി രാത്രിയിലേക്ക് കടക്കലല്ല. അത് നേരെ നിശ്ചയത്തിൽ പറയുന്നുണ്ട് ആവശ്യം. അപ്പൊ എങ്ങനെയാണ് വളരെ സ്ലോ ആയിട്ടാണ് ഇങ്ങനെ പ്രവേശിക്കുന്നത്? അത് സയൻസ് അതിന്റെ രൂപം പറയുന്നുണ്ട്. എന്നാൽ സയൻസ് കൊണ്ട് ഒരു കാര്യം സ്ഥിരപ്പെട്ടു പോയി, എന്റെ ഭൂമി ഫ്ലാറ്റ് അല്ല എന്നുള്ള കാര്യം. എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യൂലിജുൽ ലൈല ഫിൽ നഹാരി. യൂലിജു എന്ന് പറയുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് ആ ഭൂമി പിന്നെ രാത്രി പകൽ പ്രവേശിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ സയൻസ് ഇന്ന് പറയുന്ന കാര്യം ഏകദേശം 500 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യം അല്ലാഹുവിന്റെ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അപ്പോ അതുവരെയുള്ള ആൾക്കാർ വിശ്വസിച്ച വിശ്വാസങ്ങൾ മുഴുവനും തെറ്റാണെന്നും പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഗോളാകൃതിയിലാണെന്നുള്ള കാര്യം അത് ശരിയാണ്. സയൻസ് വന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സയൻസ് ഇല്ലാത്ത സയന്റിഫിക് മെത്തോഡൊന്നും പറയാനില്ലാതെ കണ്ടുപിടിക്കാൻ ഒരു മാനദണ്ഡവുമില്ലാതെ അതാ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് താമസിച്ച് അവിടെ ഒരു ആമിന അബ്ദുള്ളയുടെ മകനായി ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ സയൻസ് കണ്ടുപിടിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ സത്യം ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ സഹോദരന്മാരെ? പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥം തന്നെയാണ്. ഇതിൽ ഒരു തട്ടിപ്പും ഒരു വെട്ടിപ്പുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം ഖുർആനാണ്.